പോയി തകർക്കട്ടാ. ദിശ പിള്ളേരെല്ലാം സ്കൂളിൽ പറഞ്ഞേക്കേണ്ട പരിപാടിയാണ്. അതിനുശേഷം ഞമ്മക്കും ഞമ്മളതായ ഒരുപാട് പരിപാടിയുണ്ട്. സ്കൂളിലാ എവിടെയാ പോകുന്നത്? എന്നാ പോട്. നൃത്തം കണ്ട അമ്മ സ്കൂളിലല്ല ശരിയാക്കി പറഞ്ഞേക്കുന്ന പോലെയാ. അല്ലേ അമ്മേനെ നൃത്തം കണ്ടു കഴിഞ്ഞിരിക്കും അമ്മ പിള്ളേരെ റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞേക്കുന്നതാണ് ഹാവു എന്നുള്ളത് അല്ലേ? പാവം ദിശ. എന്താ ഓട്ടോറിക്ഷക്കകത്ത് നിൽക്കാ? ലോറിക്ക് കകത്ത് നിൽക്കാ? BMW കകത്ത് നിൽക്കാ? ഇതിനെ മാസ്ക് ഇട്ട് രണ്ടാളും ഇപ്പൊ സ്കൂളില് കിണ്ടിയാ മിണ്ടി വീക്കല്ല മംസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് മാസ്ക് ഇട്ട് സ്കൂളിൽ പോകാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്. അതിനാണ് കിണ്ടി എന്ന് പറഞ്ഞത്. നമ്മള് മിണ്ടി വീക്കെന്ന് പറയാറില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ തജ? എന്തിനാടാ ഞാൻ എന്തിനാടാ മാസ്ക് ഇട്ടെന്ന് വെച്ച് അപ്പൊ പറയാ കിണ്ടിന്ന്. അടിക്കാനല്ല ഉമ്മ തരണ്ട പറഞ്ഞേ. അങ്ങനെ നല്ല ഉമ്മ, ചക്കര ഉമ്മ, കെട്ടിപ്പിച്ചിട്ട് ഉമ്മ. എന്തോന്ന് ഐ ലവ് യു എന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ കെട്ടിപ്പിച്ചിട്ട് ചുമ്പടി കിട്ടും ചുമ്മാൻ്റെ ജാനകിട്ട് ചുമ്പട്ടി കിട്ടും ചുമ്മാൻ്റെ ചുമ്മാൻ്റെ ചുമ്പടി കിട്ടും ചുമ്പടി കിട്ടും ചുമ്മാൻ്റെ. റാണിക്കുട്ടി എവിടെയാ പോന്നെ? ടാറ്റ പറ പപ്പയ്ക്ക്. ടാറ്റ. ചിരിക്കി ചിരിക്കി ചിരിക്കണ ചിക്കണ ചിരിക്കണ ചിരിക്കൂല? പപ്പ പോന്നെ പോന്നെ പോട്ടാ പോട്ടാ പപ്പ പോട്ടാ? ആ പോന്നെ പപ്പ പോന്ന. 1 2 3. നിന്റെ ചക്കര കൊട്ടനല്ലെങ്കിൽ ചക്കര കൊട്ടല്ലോ പപ്പേന്റെ. അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക്. പാട്ട് പഠിക്കുക, വീഡിയോ എടുക്കുന്നുണ്ട്. പാട്ട് പഠിക്കും, പാട്ട് പഠിക്കും. പാടടാ 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 പാടടാ. കദലിയാ? അത് ഓട്ടോ വന്നു ഓട്ടോ വന്നു. ആരാ വന്നേ? ആ ഓട്ടോ വന്നു ഓട്ടോ വന്നു. ശരിക്കോ? ശരി. ഇന്ന് മോൻ വന്നില്ല? മറ്റേ മംസ ആയിരിക്കും അല്ലേ? ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പൊ മംസ മിണ്ടി വീക്കം. ഓക്കെ ടാറ്റ പറയാടാ. ടാറ്റ. ആ ഓക്കെ. അങ്ങനെ പിള്ളേഴ്സെല്ലാം പോയി. ഇനി വൈകുന്നേരം 4 മണിക്ക് നോക്കിയാൽ മതി. ഇനി ഞമ്മക്ക് നമ്മളതായ പരിപാടി നോക്കണം. ദിശക്ക് കാസർഗോഡ് പോകാനുണ്ട്, അതുപോലെ തന്നെ ബിലാലിനും പോകാനുണ്ട്, എനക്കും പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിലാലിനെ യാത്രയാക്കാൻ പോവുകയാണ്. സഹോദയ റീജിയണൽ കലോത്സവത്തിന് ബിലാലിന്റെ ഇംഗ്ലീഷ് സ്കിറ്റിന് 1ാം സ്ഥാനമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ പോവാണല്ലേ? അപ്പോൾ ബിലാലിന്റെ കൂടെ എത്ര ആൾക്കാരുണ്ടാ? എന്റെ കൂടെ 10 ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാർ, ബാക്കി 3 ഹെൽപ്പേഴ്സ് ഉണ്ട്. ഒരു ടീച്ചേഴ്സും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാടാണല്ലേ? പാലക്കാട് എവിടെയത്? അഹല്യ സ്കൂളിലാണ്. അപ്പോൾ ബിലാല് എനിക്കും ദിശക്കും ചെറിയ ചില്ലറ തിരക്ക് കേൾക്കണം. ദിശ കാസർഗോട്ടേക്ക് പോവാണ്. ഒരു 9:50 ഒക്കെ മുമ്പേ ഒരു അപ്പോയിന്റ്മെന്റ് ഓൾറെഡി എടുത്തു. ഇല്ലെങ്കിൽ ഞാനും ദിശയും പോവുമായിരുന്നു. അവിടെ താമസിച്ച് ഒരു അടിപൊളി വ്ളോഗൊക്കെ ആക്കുകയായിരുന്നു. പക്ഷേ എനിക്കും ചെറിയ കുഞ്ഞു തിരക്കുകൾ. അപ്പോൾ അതുകൊണ്ട് ബിലാലിന്റെ ഒരു ഫ്രണ്ടിന്റെ പേരന്റിന്റെ കൂടെ വേണ്ട പരിപാടിയാണ്. ഫ്രണ്ടും ഉണ്ടല്ലേ? ഫ്രണ്ടിന്റെ അമ്മയാണ് വരുന്നത്, അമ്മയും. അപ്പോൾ അവരെ കൂടെ വിടുകയാണ്. അപ്പോൾ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് എന്താടാ
പോയിട്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരും. അത് അടിപൊളി തന്നെയല്ലേ. എനക്കും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്തുമാത്രം സ്റ്റേറ്റ് ലെവലിൽ പ്രോഗ്രാംസ് അവതരിപ്പിച്ചവനാ ഞാൻ സ്വപ്നത്തിൽ. അപ്പൊ ബിലാലിന് ടെൻഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? ടെൻഷന് ഇനിയിപ്പോ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. അതാ നമുക്ക് അറിയാത്ത ആൾക്കാരായിരിക്കുമല്ലോ സ്റ്റേജിന്റെ അവിടെ ഇരിക്കുന്നത്. അച്ഛൻ അറിയുന്ന ആൾക്കാരുടെ ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. അയ്യേ അങ്ങനത്തെ ടെൻഷൻ അത് മോശമാണ് ബിലാലെ. ഞങ്ങളത് വീട്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടേ ഉള്ളൂ. കമരന്മാർന്ന് ഇവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ദിശേൻ്റെ ട്രെയിൻ വരാനായതുകൊണ്ട് ദിശ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കേട്ടോ. ദിശേൻ്റെ ട്രെയിൻ ഓപ്പോസിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ നേരെ അപ്പുറത്തേക്ക് പോയി. ഇതുകൊണ്ട് അതാ ദൂരത്ത് കാണുന്നില്ലേ